ഇന്നൊരു ചെറിയ മിനി വ്ലോഗ് കണ്ടാലോ. ഞാൻ ഇന്ന് അമ്മയുടെ വീട്ടിലേക്ക് പോവാട്ടാ. ഇന്ന് എൻ്റെ അമ്മമ്മ മരിച്ചിട്ട് 5 വർഷത്തേക്കാണ്. ഇന്ന് കോരിയിടലുണ്ട്. അങ്ങനെ ഒരു ദിവസത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ബാഗിൽ പാക്ക് ചെയ്തിട്ട് ഞാൻ ഇറങ്ങി. നല്ല വെയിലായിരുന്നു. അമ്മ ചെറുടെ കാത്തിക്കുന്നുണ്ട്. കുറേ നേരം എന്നെ വിളിക്കുന്നത്. ഞാൻ റോഡും എത്തിയാടെ ഞങ്ങൾക്ക് ഒരു ഓർഡർ കിട്ടി. അവിടെ വേഗം പാഠശാലത്തെ ആടുന്ന് ബസ് കയറി ചെറുവിലെത്തി. അമ്മയും ഞാനും കൂടി നേരെ പച്ചക്കറി വാങ്ങാൻ വേണ്ടി പോയിന്. എന്തോ പയറ് മാത്രം അങ്ങനെ വാങ്ങാനുണ്ടായിട്ടുള്ളൂ. ബാക്കിയെല്ലാം അവിടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ട് നേരെ അമ്മയുടെ വീട്ടിലേക്ക് വന്നേ. എനിക്ക് ശരിക്കും ഇവിടെ വരാൻ ഇപ്പോൾ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഇന്ന് വന്നല്ലേ പറ്റുമല്ലോ. അങ്ങനെ വീട്ടിലെത്തി. ഏടുന്ന് വന്ന പൂച്ചയാണെന്ന് അറിയില്ല. ഇപ്പം ഞാൻ എപ്പോൾ വരുമ്പോൾ ഈ പൂച്ചേനെ കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിന് ഭയങ്കര സ്നേഹമാണേ. അങ്ങനെ ആടുന്നതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വിചാരിച്ച് പുപ്പേടീൻ്റെ വീട്ടിൽ പോവാണ്. അങ്ങനെ ആടത്തേക്ക് വന്ന് എനിക്ക് ഇവിടെ വന്നാൽ എന്തായാലും ഇവിടെ വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടാ. അങ്ങനെ ആടെ കുറേ നേരം ഇരുന്ന്. പിന്നെ ഇന്നത്തെ ചോറുണ്ണൽ അവിടെ നിന്നാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇവിടെ നിന്ന് എന്ത് കറിയില്ലെങ്കിലും ചോറുണ്ണാൻ ഭയങ്കര ഇഷ്ടമാട്ടാ. അങ്ങനെ വൈനിങ്ങ വറവും മീൻ പൊരിയും പിന്നെ ക്യാബേജ് കറി ഞാൻ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂട്ടിയിട്ട് ചോറുണ്ടു. അത് കഴിഞ്ഞ് പിന്നെ മഞ്ചാരി വരച്ച ചിത്രങ്ങളെല്ലാം നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഇത് ഹനുമാനാണെന്നാണ് പറഞ്ഞത്. നല്ല ഉണ്ടായിരുന്നു കേട്ടോ. അവൾ ഒരുപാട് നല്ല വൃത്തി വരക്കുന്നുണ്ട് ചിത്രമല്ല. അത് കഴിഞ്ഞ് ഞാനും അമ്മയും കൂടി നേരെ പുളിങ്ങോത്തേക്ക് വന്ന് ഗ്യാസിന് എന്തോ സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് തിന്നോണ്ട് ഞാൻ തിരിച്ചു വന്ന്. ഇവിടെ എത്തുമ്പോൾ ഇതാ കുഞ്ഞിപ്പൂച്ച. ഈ പൂച്ചേൻ്റെ അച്ഛൻ്റെ അച്ഛൻ അത് ഞങ്ങളെ പൂച്ചയായിരുന്നു കേട്ടോ. അത് ചത്തുപോയി. ഇതിൻ്റെ അച്ഛനെ ഇടിയുണ്ട്. ഇതൊക്കെ ഭയങ്കര വാലാട്ടാ. നല്ല ഭംഗിയാണ് കാണാം. പിന്നെ എന്തോ ബോളെല്ലാം കുട്ടത്തിലെല്ലാം ഒളിപ്പിക്കുകയെന്നുള്ള അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട്. അങ്ങനെ പിന്നെ പുപ്പേട്ട് വെള്ളം കോരുന്ന സമയത്ത് അത് കണ്ടിട്ട് എനിക്കും കൂടി കോരാനൊരാഗ്രഹം. പണ്ട് എന്നാ ഇവരൊന്നും വെള്ളം കോരാൻ വിടില്ല കേട്ടോ. എന്തിന് കയറിൻ്റെ ഒപ്പം പോകാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയും. ഇപ്പം ഇതെല്ലാം ഞാൻ എക്സ്പേർട്ടാണ്. അങ്ങനെ ആടുന്ന് വെള്ളമൊക്കെ കോരിയിട്ട് ഞാൻ വീട്ടിലേക്ക് തന്നെ പോവാണ്. അങ്ങനെ വീട്ടിൽ വരുമ്പോൾ നോക്കാറ കയ്യെത്തി പറിക്കാൻ വേണ്ടിയിട്ട് പേരൊക്കെ എത്ര. പക്ഷെ ഇപ്പം എനിക്കിത് തിന്നാനാവില്ല ഈ കമ്പി ഇട്ടതുകൊണ്ട്. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഈ വാഴേൻ്റെ ഇലേൻ്റെ എല്ലാം നീളം നോക്കാറാ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചെന്നാൽ പിന്നെ പോയി കുളിക്കാണ്. അതിന് മുമ്പ് മുടിയെല്ലാം ഒന്ന് വാരി ജട കളയാൻ വിചാരിച്ച്. ചീർപ്പ് കണ്ടുപിടിക്കാൻ ഇവിടെ പെടാത്ത പാടില്ല. ഈ വീട്ടിൽ എവിടെയെല്ലാം വരുത്തിയിട്ടാണ് ചീർപ്പ് കിട്ടീനി. അങ്ങനെ ചീർപ്പെല്ലാം എടുത്ത് മുടിയെല്ലാം വാരി കെട്ടിയിട്ട് പിന്നെ വേഗം പോയി കുളിച്ച്. അപ്പോഴേക്ക് ഇവരെല്ലാവരും കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്ന ഇരുത്താട്ടാ. പിന്നെ ഞാനും പോയി ഭക്ഷണം കഴിച്ച്. ഇന്ന് പിന്നെ കോരിയിടുന്ന ദിവസമായതുകൊണ്ട് ഇങ്ങനെ ഭക്ഷണമൊക്കെ ആക്കും. എനിക്കിന്ന് കോരിയിടാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. അങ്ങനെ ഒരു പായസവും കൂടി കുടിച്ച് പുപ്പേടീൻ്റെ അടുത്ത് തന്നെ വന്നിന്ന് കിടന്നിട്ടുണ്ടായിന്. അപ്പം അത്രയൊക്കെ ഇല്ല കേട്ടോ.